വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോൾ കോഴിക്കോട് നിന്ന് ചുമ്മാ കറങ്ങാൻ പോയി. നോക്കുമ്പോൾ അതാ ഫോക്കസ് മാളിൻ്റെ മുന്നിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പ. അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ സച്ചോട്ട് ഓടിപ്പോയത് അവിടെ ഒരു ഗെയിമിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നു ഫോക്കസ് മാളിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അങ്ങോട്ടാണ് പോയത്. ഇവിടെ ഓരോ ഗെയിമിനും ഓരോ ചാർജാണ്. അതായത് കാറിന് ഒരു ചാർജ്, ബൈക്കിന് ഒരു ചാർജ്, അങ്ങനെയാണ്. പിന്നെ ബാസ്ക്കറ്റ് ബോളുണ്ട്, ഒരുപാട് കളികളുണ്ട്. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും കളിക്കാം. ഇതിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്കൊരു ATM കാർഡിൻ്റെ വലുപ്പത്തിലുള്ളൊരു കാർഡ് വരും. ആ കാർഡിലേക്ക് നമ്മൾ ക്യാഷ് റീചാർജ് ചെയ്യണം. അപ്പം ഓരോ കളികളും, അതായത് നമ്മളിപ്പം കാറാണ് കളിക്കുന്നത്, കാറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ ആ കാർഡ് ടാപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. ആ കാർഡ് അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40 രൂപ നമുക്ക് ആ കാർഡിൻ്റെ അകത്തുനിന്ന് ലെസ്സാവും. അങ്ങനെ ഓരോ റൈഡിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുക, നമ്മുടെ പൈസ ഇങ്ങനെ ലെസ്സായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർ റീചാർജ് ചെയ്ത് തരും. അങ്ങനെയാണ് കളിക്കുക. അപ്പം കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് കളിക്കാനുള്ളതുണ്ട്. ഇപ്പം സച്ചൂട്ടൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാസ്ക്കറ്റ് ബോളാണ്. ഇത് ചെറിയ കുട്ടിയെ കളിക്കുന്നതാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് വലിയവർക്ക് കളിക്കുന്നതുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ കണ്ട കാറിലും ബൈക്കിലൊക്കെ ഒരു ഗെയിം ഓവറാകുന്നത് വരെയാണ്. പിന്നെ ഈ ബാസ്ക്കറ്റ് ബോൾ എന്ന് പറയുന്നത് ഒരു ടൈമാണ്, ടൈം ഔട്ടാകുന്നത് വരെയാണ്. അപ്പോൾ നമ്മൾ വേഗം ബാസ്ക്കറ്റിലേക്ക് ബോൾ ഇട്ടിട്ട് അതിൽ നമ്മളെ റാങ്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. ആ ടൈം ഇങ്ങനെ കുറഞ്ഞ് വരും. അതിനനുസരിച്ച് നമ്മൾ ഓരോ പോയിൻ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇത് കുറച്ച് വലിയ ആൾക്കാർ കളിക്കാൻ പറ്റിയ ബാസ്ക്കറ്റ് ബോളാണ്. അപ്പം കണ്ടാൽ നമ്മളായിരിക്കും എളുപ്പത്തിൽ വേഗം ബാസ്ക്കറ്റിലേക്ക് ഇടാമെന്ന്, പക്ഷേ കുറച്ച് കളിക്കണം. അങ്ങനെ ഞാനൊരു ബോൾ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് നടന്നില്ല, പുറത്തായി പോയി, ബാസ്ക്കറ്റിൽ ഇടാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വേഗം എറിയണം. സമയം ഒട്ടും കളയാനില്ല, കാരണം അതിൻ്റെ ടൈം ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ പറ്റുന്ന പോയിൻ്റുകളൊക്കെ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെന്ന് കാണുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.